DTH ഡിഷിൻ്റെ കേബിൾ എങ്ങനെ ജോയിൻ ചെയ്യാം എന്നാണ് ഈ വീഡിയോയിൽ ഇന്ന് കാണുന്നത്. അതായത് പൊട്ടിപ്പോയ കേബിൾ അല്ലെങ്കിൽ നീളം കുറഞ്ഞു പോയ കേബിൾ എങ്ങനെ വേറെ കേബിളുമായി കണക്ട് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. അതിനായിട്ട് ഞാനൊരു കേബിൾ എടുത്തിട്ടുണ്ട്, പിന്നെ എൻ്റെ മീറ്റർ എടുത്തിട്ടുണ്ട്. ബോക്സിന് പകരമായിട്ട് ഞാനിവിടെ മീറ്ററിലാണ് കണക്ട് ചെയ്ത് കാണിക്കുന്നത്. സിഗ്നൽ വരുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ മീറ്റർ എടുത്തിട്ടുള്ളത്. അതിന് ഞാൻ ഒരു LMB എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ കേബിൾ കണക്ട് ചെയ്യുമ്പോൾ മീറ്ററിൽ ചുവന്ന കളറിലുള്ള സിഗ്നൽ വരുന്നതായിട്ട് കാണാം. LMB നമുക്ക് ഡിഷിൽ കണക്ട് ചെയ്യാതെ തന്നെ നമുക്ക് LMBയുടെ സിഗ്നൽ കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ മീറ്ററിൽ കണക്ട് ചെയ്യുമ്പോൾ തന്നെ അതിൽ ചുവപ്പ് കളർ വലിയ രീതിയിൽ തന്നെ കൂടിയതായി കാണാം. അതിനർത്ഥം ഇവിടെ സിഗ്നൽ വരുന്നുണ്ടെന്നതാണ്. ഇവിടെ ഞാൻ ഒരിക്കൽ കൂടി ഇവിടെ കാണിക്കാം. ഇപ്പോൾ മീറ്ററിലായിട്ട് ചെറിയ രീതിയിൽ ഒരു ചുവപ്പ് വര പോലെ കാണും. അത് LMB കണക്ട് ചെയ്യുമ്പോൾ അത് കൂടുന്നതായിട്ട് കാണാം. ഇതാ ഇത്രയും പെർസെൻറ്റേജാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. ഇപ്പോൾ ഈ കേബിളിനും ഈ LMBക്കും ഒന്നും കുഴപ്പമില്ല. ഇപ്പോൾ LMBക്ക് പൊതുവെ കുഴപ്പമില്ല. ഇപ്പോൾ കേബിൾ ഞാൻ ഒന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തന്നതാണ്. ഇനിയിപ്പോൾ ഈ കേബിൾ എലി കടിച്ച് പൊട്ടുകയോ അല്ലെങ്കിൽ കേബിൾ നീളം കുറവായി പോവുകയോ ചെയ്താൽ എന്ത് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനൊരു പ്ലയർ എടുത്തു. എന്നിട്ട് ഈ കേബിൾ ഒന്ന് മുറിക്കുകയാണ്. ഇവിടെ ഞാൻ കട്ട് ചെയ്യുകയാണ് സെൻറ്റർ ഭാഗത്ത് തന്നെയായിട്ട്. ഇപ്പോൾ ഒരു ശബ്ദത്തോടു കൂടി എൻ്റെ മീറ്റർ ഷോർട്ട് സർക്യൂട്ട് പറഞ്ഞ് കാണിച്ച് ഓഫായി പോകുന്നുണ്ട്. അത് കാരണം ഒന്നും കൊണ്ടല്ല, ഈ കേബിളിൻ്റെ ഉള്ളിൽ കോപ്പർ കമ്പിയും അതിന് മുകളിലായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു അലൂമിനിയം കമ്പിയും ഉണ്ട്. അത് കോപ്പർ കമ്പിയിൽ തട്ടുമ്പോഴാണ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്നത്. ഇത് നിങ്ങളുടെ കേബിളിൽ തന്നെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബോക്സിന് പെട്ടെന്ന് തന്നെ അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാൻ ഈ കേബിൾ പകുതിയായിട്ട് മുറിക്കുകയാണ്. ഇപ്പോൾ ആ കോപ്പർ കമ്പിയും ആ അലൂമിനിയത്തിൻ്റെ കമ്പിയും കൂടി അതിൽ തട്ടുന്നത് കാരണം ഇവിടെ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. എൻ്റെ മീറ്റർ ഓഫായി പോവുകയാണ്. ഇത് ബോക്സിലാണെങ്കിൽ ഇങ്ങനെ കാണിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ബോക്സ് എത്രയും പെട്ടെന്ന് തന്നെ കംപ്ലൈൻ്റ് ആകുവാനും സാധ്യതയുണ്ട്. ടെക്നീഷ്യന്മാരൊക്കെയാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നതെങ്കിൽ മീറ്റർ പരമാവധി പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യും, അല്ലെങ്കിൽ മീറ്റർ അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഈ കേബിൾ 2 ഖണ്ഡമായി മുറിച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ ജോയിൻ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അതിനെ ആദ്യം തന്നെ നമുക്കൊരു കണക്ടർ വേണം. ഈ കണക്ടർ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ചെറിയ രീതിയിൽ ഒരു 1/2 സെൻറ്റിമീറ്റർ നമുക്ക് ഈ കേബിളിൻ്റെ കോപ്പർ വയർ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരു കത്തി ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ കേബിളിനെ മുറിക്കുന്നത്. വളരെ നല്ല രീതിയിൽ കോപ്പർ കമ്പി ഇതിൻ്റെ പുറകുവശത്തുള്ള ആ ബ്ലാക്ക് കളറിലുള്ള പ്ലാസ്റ്റിക് കോട്ടും അതിനകത്തെ വൈറ്റ് പ്ലാസ്റ്റിക് കോട്ടും മുറിച്ചതിന് ശേഷമാണ് അതിനുള്ളിലായിട്ടാണ് കോപ്പർ കമ്പി വരിക. ഇപ്പോൾ ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ കോപ്പർ കമ്പി കാണുന്നുണ്ട്. ഇനി അതിന് അടിയിലായിട്ട് ചെറിയ രീതിയിൽ ഒരു 1/2 സെൻറ്റിമീറ്റർ ചെറുതായിട്ട് നമുക്ക് ആ പുറമേയുള്ള ബ്ലാക്ക് കോട്ടിംഗ് മാത്രം അയച്ചെടുക്കാവുന്നതാണ്. അതായത് കോപ്പർ കമ്പിയുടെ നേരെ മുകളിലുള്ള പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കോട്ട് കവർ മാത്രം നമുക്ക് അയച്ചെടുക്കാവുന്നതാണ്. അതിനടിയിലായിട്ട് അലൂമിനിയത്തിൻ്റെ കമ്പി കാണാം. ആ കമ്പി ഒരിക്കലും കോപ്പർ കമ്പിയുമായി ടച്ച് ചെയ്യാൻ സാധിക്കാതെ വേണം നമ്മൾ അയച്ചെടുക്കാൻ. ഇപ്പോൾ ഇവിടെ അയച്ചെടുത്തിട്ട് ഇനി ഒരു കണക്ടർ നമുക്ക് ഇതിലേക്ക് ഘടിപ്പിക്കുക. അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കായി അതിലേക്ക് പോകുന്നതാണ്. ചെറിയ രീതിയിൽ ആ കോപ്പർ അലൂമിനിയത്തിൻ്റെ അതുള്ളത് കാരണം അവിടെ ടൈറ്റായി നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നീളം കൂടിയ ഈ കോപ്പർ കമ്പി നമുക്ക് ചെറുതായിട്ട് പ്ലയർ ഉപയോഗിച്ച് തന്നെ കട്ട് ചെയ്ത് നമുക്ക് വേണ്ടത്ര നീളത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ഞാൻ അതിന് പാകമായിട്ടുള്ള കോപ്പർ കമ്പി കട്ട് ചെയ്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഈ ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ രണ്ട് ഭാഗത്തും ഞാൻ കണക്ടർ ചെയ്തു. ഒന്ന് ഞാൻ ബോക്സിന് പകരമായിട്ട് ഇവിടെ LMBയിലേക്കാണ് ഒരു കേബിൾ കണക്ട് ചെയ്തത്. ഈ കണക്ടർ LMBയിലേക്ക് ഞാൻ തിരിച്ച് കണക്ട് ചെയ്തു. ഇനി ഞാൻ മീറ്റർ, അതായത് ബോക്സിന് പകരം ഞാനിവിടെ മീറ്ററാണ് ചെക്ക് ചെയ്ത് കാണിക്കുന്നത്, സിഗ്നൽ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാനായിട്ട്. അതിനായിട്ട് ഇവിടെ ഞാൻ മീറ്ററിലേക്ക് ഈ LMB കണക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ അവിടെ ചെറുതായിട്ട് ആ ചുവപ്പ് ലൈൻ നിങ്ങൾക്ക് കൂടുന്നതായിട്ട് കാണാം. അതാണ് LMBയുടെ സിഗ്നൽ ഈ കേബിൾ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേബിളിന് യാതൊരു കുഴപ്പവുമില്ല, അത് കണക്ട് ചെയ്തതിനാൽ വളരെ നല്ല രീതിയിൽ തന്നെയാണ് എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കേബിളിൻ്റെ രണ്ട് ഭാഗത്തുമായിട്ട് നമ്മൾ കണക്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത കേബിൾ നമുക്ക് ഇതുപോലെ തന്നെ കേബിൾ കണക്ട് ചെയ്യണം. ഇനിയിപ്പോൾ ഇവിടെ കേബിൾ ജോയിൻ ചെയ്യാനായിട്ട് നമുക്ക് 4 കണക്ടറും ഒരു ജോയിൻ കണക്ടറുമാണ് ആവശ്യം. ഇതാണ് ജോയിൻ കണക്ടർ. രണ്ട് സൈഡിലുമായിട്ട് കണക്ട് ചെയ്യാൻ പാകത്തിനുള്ള. ഇപ്പോൾ ഈ കണക്ടറിലേക്ക് 2 കണക്ടർ നമുക്ക് കണക്ട് ചെയ്യാം. ഇതാണ് ജോയിൻറ്റ് കണക്ടറും മറ്റേത് സാധാരണ കണക്ടറും. ഇതിപ്പോൾ ടെക്നീഷ്യൻ എല്ലാ ഇലക്ട്രോണിക് ഷോപ്പിലും ലഭ്യമാണ്. ഇനി നമുക്ക് കണക്ട് ചെയ്തു പോയ മറ്റേ കേബിളും ഇതുപോലെ തന്നെ കണക്ട് ചെയ്യാം. ഇപ്പോൾ കേബിളിൻ്റെ നീളം കുറവായതുകൊണ്ട് നമുക്ക് നീളം കുറവോ അല്ലെങ്കിൽ എലി കടിച്ചിട്ടാണ് അധികം ആളുകൾക്കും ഈ കേബിളിന് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഭാഗം കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ പഴയതുപോലെ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഒരു 1/2 സെൻറ്റിമീറ്റർ, ഒരു സെൻറ്റിമീറ്ററിൻ്റെ പകുതിയായിട്ട് ചെറുതായിട്ട് കോപ്പർ കമ്പി കാണുന്ന രീതിയിൽ. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ഞാൻ ഇവിടെ കാണിച്ചു തരാം. കേബിൾ കട്ട് ചെയ്യുമ്പോൾ മുകളിലായിട്ട് ബ്ലാക്ക് കളറിലുള്ള ഒരു പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കോപ്പറാണ്, ഒരു പ്ലാസ്റ്റിക് കോട്ടാണ് വരുന്നത്. അതിനടിയിലാണ് ഒരു അലൂമിനിയത്തിൻ്റെ കമ്പിയാണ് വരുന്നത്. അതിനും അടിയിലുള്ള ആ വെള്ള കോട്ടിംഗ് മുറിക്കുന്നത് കൂടിയാണ്, അതിനടിയിലായിട്ടാണ് കോപ്പർ കമ്പി വരുന്നത്. ഇപ്പോൾ ഇവിടെ കോപ്പർ കമ്പി ഞാൻ മുറിച്ചു. ഇനി ചെറിയ രീതിയിൽ അതേപോലെ തന്നെ 1/2 സെൻറ്റിമീറ്റർ രീതിയിൽ ഈ മുകളിലുള്ള ബ്ലാക്ക് കോട്ടിംഗ് ഉള്ള പ്ലാസ്റ്റിക് നമുക്ക് മുറിച്ചെടുക്കാം. അധിക ആഴത്തിൽ മുറിക്കാതെ ചെറിയ രീതിയിൽ മാത്രം. ഇപ്പോൾ ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിനുള്ളിൽ ആ അലൂമിനിയത്തിൻ്റെ ആ കമ്പി അവിടെ വന്നിരിക്കുന്നു. ഈ കമ്പി യാതൊരു കാരണവശാലും ആ കോപ്പർ കമ്പിയുടെ നീളത്തിന് പാകമായി മുറിക്കാതിരിക്കുക. കോപ്പർ കമ്പിയുടെ നീളത്തിൽ നിന്നും വളരെ ചെറിയ രീതിയിൽ മാത്രമേ മുറിക്കാൻ പാടുകയുള്ളൂ. 2 കമ്പി ഒരുമിച്ച് തട്ടിയാൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകും. അത് ബോക്സിന് തന്നെ കംപ്ലൈൻ്റ് ആകുവാൻ സാധ്യതയുണ്ട്. ഇനി ഈ കണക്ടർ ഇങ്ങനെയാണ് ഇതിനകത്തേക്ക് തിരിച്ചു കയറ്റാവുന്നതാണ്. ഇപ്പോൾ കോപ്പർ കമ്പി നീളം കൂടിപ്പോയി എന്ന് വിചാരിച്ച് പ്രശ്നമൊന്നുമില്ല, അത് നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് വളരെ നല്ല രീതിയിൽ കാണാം. ഇങ്ങനെയാണ് കണക്ടർ കണക്ട് ചെയ്യുന്നത്. ഈ ബോക്സിലും LMBയിലും ഒക്കെ വരുന്നത് ഒരേപോലത്തെ കണക്ടർ തന്നെയാണ്. ഇപ്പോൾ ഈ കേബിളിൻ്റെ 2 അറ്റത്തുമായി ഞങ്ങൾ കണക്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ കണക്ട് ചെയ്ത ഈ കണക്ടർ ചെക്ക് ചെയ്ത് നോക്കാം. അതിനായി മീറ്റർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ബോക്സിന് പകരം മീറ്ററാണ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കേബിളിൻ്റെ കണക്ട് ചെയ്യുന്ന കണക്ടർ ടൈറ്റിലാക്കി തിരിച്ചു കൊടുത്തു കണക്ട് ചെയ്തു. ഇനി ഇതിൻ്റെ മറ്റൊരു അറ്റം LMBയിൽ ഒന്ന് കണക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ആ റെഡ് കളറിലുള്ള സിഗ്നൽ വരുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതവിടെ അത് തിരിച്ചപ്പോൾ തന്നെ സിഗ്നൽ വരുന്നുണ്ട്. ഇപ്പോൾ കേബിൾ കണക്ട് ചെയ്യുന്നത് വളരെ നല്ല രീതിയിൽ തന്നെ ശരിയായ രീതിയിലാണ് കണക്ട് ചെയ്തത്. ഇപ്പോൾ ഈ കേബിളിൻ്റെ 2 അറ്റത്തുമായി കണക്ടർ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത ഘട്ടമായ ഈ കണക്ടറാണ്. ഈ കണക്ടർ പിൻ, ജോയിൻറ്റ് കണക്ടർ പിൻ നമുക്ക് ഈ ഒരു അറ്റത്ത് കണക്ട് ചെയ്യാവുന്നതാണ്.
ഇതുപോലെ ആ കണക്ടർ പിൻ ഇവിടേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ കേബിളിൻ്റെ ഒരു അറ്റത്ത് ഞങ്ങൾ കണക്ടർ ജോയിൻ പിൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ആ ചെറിയ കേബിൾ, അതായത് നമുക്ക് വേണ്ട കേബിൾ രണ്ട് സൈഡിലുമായിട്ട് കണക്ടർ യോജിപ്പിക്കുക. അതിനുശേഷം ഇപ്പോൾ ഇവിടെ രണ്ട് സൈഡിലുമായിട്ട് കണക്ടർ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ഘടിപ്പിച്ച ആ ജോയിൻ കണക്ടർ ഇതിലേക്കും കണക്ട് ചെയ്യുക. ഈ ജോയിൻ്റ് കണക്ടറിന് 20 രൂപയാണ് വരുന്നത്. അതുപോലെ തന്നെ സാധാ കണക്ടറിന് 10 രൂപയുമാണ് വില വരുന്നത്. 4 കണക്ടറും പിന്നെ ജോയിൻ്റ് ഒരു കണക്ടറുമാണ് ഇതിനാവശ്യമുള്ളത്. ഇപ്പോൾ ഇവിടെ ജോയിൻ ചെയ്തു കേബിളൊക്കെ. ചെറിയ രീതിയിൽ ലൂസ് കണക്ഷൻ എന്തുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ LMBയിലേക്ക് കണക്ട് ചെയ്തു. അപ്പോൾ അവിടെ സിഗ്നൽ വരുന്നില്ല. ഇനി ഏതെങ്കിലും കണക്ടർ ലൂസായി കിടക്കുന്നുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ തിരിക്കുമ്പോൾ സിഗ്നൽ വന്നു. മീറ്ററിൽ കണക്ട് ചെയ്തിരിക്കുന്ന കേബിൾ കണക്ടർ ചെറിയ രീതിയിൽ ലൂസായത് കാരണമാണ് അവിടെ സിഗ്നൽ വരാത്തത്. ഇപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത് കാണാം, വളരെ നല്ല രീതിയിൽ തന്നെ സിഗ്നൽ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ജോയിൻ്റ് കണക്ടർ നമുക്ക് കേബിൾ ജോയിൻ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ളത്. ഇതാണ് ഈ ഒരു ജോയിൻ്റ് കണക്ടറും സാധാരണ കണക്ടറും ഉണ്ടെങ്കിൽ ഏതൊരു സാധാരണക്കാരനും കണക്ട് ചെയ്യാവുന്നതാണ്. ടെക്നീഷ്യൻ്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ കണക്ടർ ഇടയ്ക്ക് കണക്ട് ചെയ്താൽ അതിനിടയ്ക്ക് വെള്ളം കാര്യങ്ങളും കെട്ടി നിൽക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ചെയ്തതിന് ശേഷം പ്ലാസ്റ്റിക് കവർ കൊണ്ടോ മറ്റോ കവർ ചെയ്യാവുന്നതാണ്. ഉചിതമായ രീതിയിൽ കവർ ചെയ്യാവുന്നതാണ് നല്ലത്. ഇതാണ് ശരിയായ രീതിയിൽ കേബിൾ എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളത്. ഇങ്ങനെ ചെയ്താൽ മാത്രമേ നല്ല രീതിയിൽ സിഗ്നൽ ലഭ്യമാവുകയുള്ളൂ. ഇതിനായിട്ട് 4 കണക്ടറും പിന്നെ ഒരു ജോയിൻ്റ് കണക്ടറുമാണ് നമുക്ക് ആവശ്യം. ഇതാണ് F ജോയിൻ്റ് കണക്ടർ വരുന്നത്. ഇതിന് ഒന്നിന് 20 രൂപയാണ് വരുന്നത്. അതുപോലെ മറ്റേ ഒരു കണക്ടറിന് 10 രൂപയുമാണ് മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ളത്. ഇതുണ്ടെങ്കിൽ ഏത് കണക്ടറും കേബിളും നമുക്ക് നല്ല രീതിയിൽ തന്നെ ജോയിൻ ചെയ്യാം. ഇനി ചില ആളുകൾ പറയും, ഈ 2 വയറും കൂടും തൊട്ട് വെച്ചാൽ കേബിളിൽ സിഗ്നൽ വരുമോ എന്ന്. അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് രണ്ട് സൈഡിലുമുള്ള കേബിളിൻ്റെ കോപ്പർ വയർ മാത്രമായിട്ട് ഞാനിവിടെ കട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ രണ്ട് ഭാഗത്തുമുള്ള കോപ്പർ കമ്പി നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്തു. അധിക ആളുകളും ഇതിങ്ങനെ ചെറിയ രീതിയിൽ തന്നെ ടച്ച് ചെയ്താൽ സിഗ്നൽ വരുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരിക്കാം. ഒന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു കേബിൾ ഞാൻ ഇവിടെ മീറ്ററിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കമ്പി ഞാൻ ഇതിലേക്ക് ജോയിൻ ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ പ്ലെയർ ഉപയോഗിച്ച് തിരിച്ച് വളരെ നല്ല രീതിയിൽ തന്നെ അവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ LMBയിലേക്ക് സിഗ്നൽ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് അവിടെ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി മീറ്റർ ഒന്ന് ഓൺ ചെയ്യുകയാണ്. ഇപ്പോൾ ഈ രണ്ട് കമ്പി ഞാൻ കോപ്പർ കമ്പിയും ടച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ സിഗ്നൽ വരുന്നതേ ഇല്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് മണ്ടത്തരമാണ്. ചില അധിക ആളുകളും അപൂർവമായിട്ട് ചില ആളുകൾക്ക് ഇങ്ങനെ സിഗ്നൽ കിട്ടാറുണ്ട്. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നത് മണ്ടത്തരമാണ്. സിഗ്നൽ ചില ടൈമിലിട്ട് വന്നു പോകും. ജോയിൻറ്റ് കണക്ടർ ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതമായ രീതിയിലുള്ള കേബിൾ കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ നല്ല രീതിയിൽ തന്നെ ടൈറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ മീറ്ററിൽ സിഗ്നൽ വരുന്നില്ല.
ഇപ്പോൾ ചില ആളുകൾ പറയും ഇതിന് കോട്ടിംഗ് ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു ഇൻസുലേഷൻ ടാപ്പ് ഉപയോഗിക്കാത്തത് കൊണ്ടാണ് സിഗ്നൽ വരുന്നത് എന്ന്. നമുക്കൊന്ന് അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ നല്ല രീതിയിൽ തന്നെ ആ ചെമ്പ് കമ്പി നല്ല രീതിയിൽ ടൈറ്റ് ആക്കിയിട്ടുണ്ട് പ്ലെയർ ഉപയോഗിച്ചിട്ട്. രണ്ട് കമ്പിയും നല്ല രീതിയിൽ തന്നെ കണക്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ചെമ്പ് കമ്പി നല്ല രീതിയിൽ ഞാൻ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഇൻസുലേഷൻ ടാപ്പ് ഇല്ലാത്തത് കൊണ്ട് ഒരു പ്ലാസ്റ്റിക് കവർ എടുത്ത് ഞാനിവിടെ ഒന്ന് കവർ ചെയ്യുകയാണ്. ആ കോപ്പർ കമ്പി കാണത്തക്ക രീതിയിൽ പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് ഞാൻ നല്ല രീതിയിൽ തന്നെ ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സിഗ്നൽ വരുന്നുണ്ടെന്ന് നോക്കാം. ഇവിടെ മീറ്റർ ഓൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ സിഗ്നൽ വരുന്നില്ല. അതായത് ജോയിൻറ്റ് കണക്ടർ ഇല്ലാതെ തന്നെ ചെമ്പ് കമ്പി എങ്ങനെ വെച്ചാലും സിഗ്നൽ വരുന്നില്ല. അതുകൊണ്ട് എഫ് കണക്ടർ, അതായത് ജോയിൻ കണക്ടർ ചോദിച്ച് വാങ്ങിയതിന് ശേഷം മാത്രം നിങ്ങൾ കണക്ടർ ഉപയോഗിച്ച് ജോയിൻ ചെയ്യുക, കേബിൾ കണക്ട് ചെയ്യുക. അല്ലാത്ത രീതിയിൽ അത് വർക്കാകുന്നതല്ല.